ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇത്തവണത്തെ ISL ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിലായിരിക്കും ആരംഭിക്കുക. മാത്രമല്ല പ്ലേ ഓഫ് തിരിച്ചെത്തുകയാണ്. കഴിഞ്ഞ ISL സീസണിൽ പ്ലേ ഓഫ് ഇല്ലായിരുന്നു. ലീഗ് മത്സരത്തിൽ വിജയിച്ചവർക്ക് ട്രോഫി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സീസണിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ഉണ്ടാകും. ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ തിരിച്ചെത്തുകയാണ്. ഇനി ബ്രോഡ്കാസ്റ്റ് ഡീൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പക്ഷേ ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ബ്രോഡ്കാസ്റ്റ് ഡീൽ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ സീ സ്പോർട്സും സോണിയുമാണ് ഈ ബ്രോഡ്കാസ്റ്റ് ഡീലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാൻകോഡ് നേരത്തെ ഒരു ഓഫർ നൽകിയിരുന്നു. പക്ഷേ ക്ലബ്ബുകൾ അതിൽ തൃപ്തരല്ല. സീ സ്പോർട്സും അതുപോലെ തന്നെ സോണിയും ശ്രമിക്കുന്നുണ്ട്. അവരുമായി ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ യൂട്യൂബിൽ ISL സംപ്രേഷണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തെന്നാൽ ഗൂഗിൾ ഇന്ത്യ അതിനു വേണ്ടി ഇപ്പോൾ ISLനെ ക്ഷണിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആരായിരിക്കും ബ്രോഡ്കാസ്റ്റ് ഡീല് സ്വന്തമാക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഫിക്സ്ചർ എന്ന് വരും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ ഫിക്സ്ചർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു അപ്ഡേറ്റ് റെലഗേഷൻ ഇല്ല എന്നുള്ളതാണ്. ഡയമണ്ട് ഹാർബർ FC ഇത്തവണത്തെ ISL കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ റെലഗേഷൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഫെഡറേഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റുകളാണ് വരുന്ന ISL സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.